എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാൽ വാഴക്കയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. 1/4 കപ്പ് ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇതൊന്ന് കുതിർത്തി വയ്ക്കാം. ഇത് ഞാൻ 1 മണിക്കൂറാണ് ഒന്ന് കുതിർത്തി വയ്ക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചവ്വരി വേവിച്ചെടുക്കാനായിട്ട് 1.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചൂടാക്കിയെടുത്തത്. വെള്ളം നന്നായി ചൂടായി കഴിയുമ്പോൾ ഈ കുതിർത്തി വെച്ചിരുന്ന ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഈ ചവ്വരി അടിയിൽ പിടിക്കാനിടയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചവ്വരി വെന്ത് കഴിയുമ്പോൾ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനുള്ളിലെ ആ ഒരു കറുത്ത പോർഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ ഈ നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ളത്. ഇനി ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഴം ചേർത്തിട്ട് ഏകദേശം 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഞാനിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് കൂടണ്ട, 1 നുള്ള് മാത്രം മതിയാകും. ഇനി ഒരു ചെറിയൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള പാൽ വാഴയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്